പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം, നമ്മളത് ഉദ്ദേശിക്കണം. കാര്യം ഇപ്പം തന്നെ അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യോഹന്നാൻ 5:6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ സുഖം പ്രാപിക്കാൻ? കാര്യമേ ഇതാണ് എൻ്റെ വിധിയെന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോകും, കണ്ടീഷൻഡായി പോകും ആൾക്കാർ. അപ്പം അവർക്ക് അതായത് ദൈവത്തിൻ്റെ ആവശ്യം പോലെ സുഖം പ്രാപിക്കണേ, സുഖം പ്രാപിക്ക് നോക്കട്ടെ എന്നിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് മെഴുകിയിരിക്കുകയും. അപ്പം അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധ തലത്തിലേക്ക് ഇത് കൊണ്ടുവരും. അവൻ്റെ അവബോധ തലത്തിൽ അവൻ പറയണത് സുഖം പ്രാപിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിധി ഇവിടെ കിടന്നായിരിക്കും തീരണത്. തീരട്ടെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, തീരണമേ നടക്കുന്ന ആൾക്കാരുണ്ട്. അത് പുറത്ത് പറയത്തില്ല, എൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവും. അതിനെ ഈശോ മുകളിൽ കൊണ്ടുവരികയാണ്. എന്താണ്? നിൻ്റെ വിധി തിരുത്താൻ പോകുന്നു. ഡു യു മീൻ ഇറ്റ്? നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ യേസ് മൈ ലോർഡ്. അപ്പോഴാണ് അയാൾ പറയണത് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയണത്. ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്ത ഉടനെ പ്രാർത്ഥനയിൽ പൊരിയുണ്ടാവും, പ്രാർത്ഥനയുണ്ട്, സ്പാർക്ക് ഉണ്ടാവും. അപ്പം അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ അത് നമ്മൾ ഓൺ ചെയ്യണം, അത് മീൻ ചെയ്യണം, അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം. കറക്റ്റാണ്, ഞാൻ ഇത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ പറയാം അതിന് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ സാധനം പ്രാർത്ഥന സ്പാർക്ക് ഉണ്ടാക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ വചനം ഉണ്ടല്ലോ, വചനം എപ്പോഴും നമ്മളിങ്ങനെ ഇടക്കിടക്ക് വായിക്കാനുള്ള, എപ്പോഴും വായിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങളുടെ പരാധീനതകൾ ദൈവത്തോട് പറയണം. കർത്താവേ, ഇപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, എനിക്ക് പണ്ട് ഭയങ്കര ഈ കുർബാന സ്വീകരിക്കുമ്പോൾ വല്ലാത്ത ഇൻറ്റിമസി ആയിരുന്നു, എൻ്റെ കണ്ണൊക്കെ നിറയുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ കണ്ണൊക്കെ നിറയണില്ല. അപ്പോൾ എനിക്ക് വല്ല കുഴപ്പമുണ്ടാകും. ഞാൻ എങ്ങനെ ചിന്തിച്ചൊക്കെ ഹരിച്ചും കുണിച്ചും നോക്കിയിട്ട് കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈശോയെ പറയാൻ തുടങ്ങി, ഈശോയെ എനിക്ക് കമ്മ്യൂണിയം സ്വീകരിക്കുമ്പോൾ ഒരു ഇൻറ്റിമസി വേണം മുമ്പത്തേക്കാളും. ഉണ്ട്, ഇല്ലെന്നല്ല, മുമ്പത്തേക്കാൾ. കാര്യം ഇതിന് ഒരു അറ്റമാർത്തി, ആത്മീയത അനുഭവത്തിൽ അറ്റമാർത്തിയില്ലേ. അത് നമ്മൾ കുറേ ക്ലേശത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനൊക്കെ കുറച്ചുകൂടി വിലയുള്ളത്. അല്ല, നിങ്ങളൊക്കെ ഓർക്കണത് എൻ്റെ ക്ലേശം കഴിയട്ടെ,